പ്രജിതേ, ഈ അമേരിക്ക റഷ്യക്കിട്ട് ഒരു നല്ല ഗമണ്ടൻ പണി കൊടുത്തിട്ടുണ്ടെന്നൊരു വാർത്തയുണ്ട്. പൊതുവേ അമേരിക്ക ചില കാര്യങ്ങളിൽ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ പണി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ റഷ്യക്കിട്ടൊരു പണിരാശാന്മാരാണല്ലോ, എന്താ? അല്ല, അതിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളുണ്ടല്ലോ, ആ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേൽ 500% ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തണമെന്നൊരു നിർദ്ദേശം US സെനറ്ററായിട്ടുള്ള റിച്ചാർഡ് ബ്ലൂമെന്റൽ ഉയർത്തിയിരിക്കുകയാണ്. അത് സഭയിൽ ആവശ്യപ്പെടാൻ തന്നെയാണ് പോകുന്നത് എന്നുള്ളതാണ് വിവരം. സത്യത്തിൽ ഇത് യുക്രൈനിൽ വെടിനിർത്തണമെന്നുള്ളത് US-ന്റെ ഒരു ആവശ്യമായിരുന്നു. US അത് റഷ്യയോട് ആവശ്യപ്പെടുകയും ചെയ്തതാണ്. പക്ഷെ റഷ്യ നടക്കില്ല എന്നുള്ളത് അനുകൂലമായിട്ടുള്ള നിലപാടല്ല എടുത്തത്. അവിടെയാണ് US ചൊടിച്ചത്. അവര് പറയുന്നത് റഷ്യ അതെ എല്ലാവരുടെയും കാര്യത്തിൽ ഇടപെടുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് അത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ എടുത്ത ഒരു തീരുമാനമാണ് ഇത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തുന്ന സമയത്ത് രാജ്യങ്ങളൊന്നും തന്നെ വാങ്ങുന്ന രാജ്യങ്ങൾ മിക്കവാറും റഷ്യയിൽ നിന്ന് പിന്തിരിക്കും. അപ്പോൾ റഷ്യക്ക് അത് പ്രശ്നമാവുമല്ലോ. ആ പ്രശ്നമാക്കുക എന്നുള്ളത് തന്നെയാണ് US-ന്റെ കയ്യിലുള്ള ഒരു കുരുട്ടുബുദ്ധി. അപ്പോൾ ക്രൂഡ് ഓയിൽ കൂടാതെ ഗ്യാസും പെട്രോകെമിക്കൽ എന്നിവ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേലും എല്ലാം ഇറക്കുമതി ചുങ്കം ചുമത്തണമെന്നാണ് ഈ പറയുന്ന റിച്ചാർഡ് ബ്ലൂമെന്റൽ എന്ന് പറയുന്ന US സെനറ്റർ പറഞ്ഞിരിക്കുന്നത്. അതായത് യുക്രൈനിൽ വെച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനം ഈ ബ്ലൂമെന്റൽ നടത്തുന്നത്. അപ്പോൾ ഈ പറയുന്ന യുക്രൈൻ്റെ അധിനിവേശത്തിൻ്റെ പശ്ചാത്തലത്തിൽ റഷ്യക്ക് മേൽ നേരത്തെ തന്നെ US ഇത്തരത്തിലുള്ള സാമ്പത്തിക ഉപരോധമൊക്കെ ഏർപ്പെടുത്തിയിരുന്നതാണ്. അപ്പോൾ തുടക്കത്തിലാണെങ്കിൽ ഊർജവും സൈനിക പ്രതിരോധ മേഖലകൾ, ലോജിസ്റ്റിക്സ്, ഏവിയേഷൻ തുടങ്ങിയ മേഖലകളിലൊക്കെ ആയിരുന്നു ഉപരോധം. പക്ഷെ അതുകൊണ്ടൊന്നും റഷ്യ ഏറ്റില്ല, അങ്ങനെ തട്ടിക്കളഞ്ഞു. വിരട്ടൽ നടക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. നമ്മുടെ ഈ ഇന്ത്യയുടെ കഥ പറയുന്ന പോലെ, നമ്മളിപ്പം നമ്മുടെ ഭാരതത്തിന്റെ വളർച്ചയുടെ കഥ പറയുന്ന പോലെ റഷ്യക്കും അവരുടേതായ ഒരു നല്ല ഗ്രോത്ത് അല്ലെ. ഈ നമുക്ക് പെട്രോളൊക്കെ തരുന്നത് റഷ്യയല്ലേ? അതെ അതെ, നമ്മൾ അവിടെ നിന്നാണ് ക്രൂഡ് ഏറ്റവും കൂടുതൽ വാങ്ങുന്നത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോ അത്തരം ഒരു നടപടി 500% ഇറക്കുമതി ചുങ്കം ചുമത്തുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇന്ത്യയെയും ചൈനയെയുമായിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ റഷ്യയുടെ ക്രൂഡ് ഓയിലിൻ്റെ 70% നിലവിൽ ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യയും ചൈനയുമാണ്. അപ്പോൾ അത് ഇന്ത്യയാണ് ശരിക്കും ബാധിക്കുക. അപ്പോൾ ഫലത്തിൽ അത് റഷ്യക്ക് മേലും മാത്രമുള്ള ഒരു തിരിച്ചടി കൊടുക്കലാണോ അതോ ഇന്ത്യക്ക് മേലും ഇൻഡയറക്ട്ലി ഇന്ത്യക്ക്? കാരണം ഇന്ത്യയും ചൈനയും ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് ഒരു ഭീഷണിയാണ്. ഇന്ത്യ വളർന്നു വന്ന് 4ാം സ്ഥാനത്ത് GDP എത്തിയിരിക്കുന്ന ഒരു സമയമാണിത്. അപ്പൊ ആ സമയത്താണ് ഇത്തരത്തിൽ കണ്ണുകടിയുമായിട്ട് അമേരിക്ക വരുന്നത്. അമേരിക്കയ്ക്ക് അതായത് കുത്തിത്തിരിപ്പുണ്ടാക്കി വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്നത്, ആ വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്ന നടപടിയാണ് അതാണ് ഭാഷ. കാരണം ഒരാള് നന്നാവുന്നത് കണ്ടുകൂടാ. തീർച്ചയായിട്ടും. അല്ല, ചൈനയ്ക്കും നമ്മളോട് അസൂയുണ്ട് കേട്ടോ. ചൈനയ്ക്കുണ്ട്, പക്ഷെ ഫലത്തിൽ ചൈനയ്ക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ചൈന ഇപ്പം മെരുങ്ങി തുടങ്ങി. ചൈന മെരുങ്ങി തുടങ്ങി, അത് മറ്റൊരു കാര്യമാണ്. അപ്പൊ ചൈനയുമായിട്ടും ഒക്കെ ഇപ്പൊ നമ്മള് പാകിസ്ഥാനിൽ നിന്നും മെല്ലെ പിടി ചൈന അയക്കുന്നുണ്ട്. പാകിസ്ഥാനും ചൈനയിൽ നിന്ന് ഇങ്ങനെ ഒരു അകൽച്ച വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ചൈന ഇന്ത്യയുമായിട്ടൊക്കെ ചേർന്ന് വരാനുള്ളൊരു സാധ്യതയും ഒക്കെ ഉണ്ട്. കാരണം അടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ രണ്ട് രാജ്യങ്ങൾ ഇപ്പൊ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അടിച്ചു നിൽക്കുക എന്നുള്ളത് കിളക്കണ്ട എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തില് ഈ യുക്രൈൻ അധിനിവേശത്തിന് മുൻപുമൊക്കെ ഇന്ത്യയെ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത് സൗദിയെയും ഇറാഖിനെയുമായിരുന്നു.
അപ്പോൾ ഈ സമയങ്ങളിൽ റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്തത് വെറും 2% താഴെ മാത്രം എണ്ണയാണ്. അപ്പോൾ യുക്രൈൻ അധിനിവേശത്തെ തുടർന്ന് US ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ റഷ്യക്ക് മേലെ ഉപരോധം വരുത്തിയല്ലോ. ആ വരുത്തിയ സമയത്താണ് റഷ്യ ഏറ്റവും വലിയ വിലക്കിഴിവിൽ ഇന്ത്യക്കും ചൈനയ്ക്കും ഒക്കെ ഓയിൽ തരാൻ തുടങ്ങിയത്. ആ സമയത്തായിരുന്നു. അപ്പോൾ ഇതോടെ കഴിഞ്ഞ 2 വർഷമായിട്ട് റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളായിട്ട് ഇന്ത്യയും ചൈനയും മാറി. അതായത് നമുക്ക് ഇന്നലെയും നമ്മൾ അതെ നമ്മൾ സംസാരിച്ചത് നമുക്ക് ഏറ്റവും കുറവ് വിലക്കുറവിൽ ഗുണമേന്മയുള്ള സാധനം എവിടെ നിന്ന് കിട്ടുമോ അവിടെ പർച്ചേസ് ചെയ്യുക കച്ചവടത്തിന്റെ രീതി എന്ന് പറയുന്നത്. അതെ, ഉറപ്പായിട്ടും. കാശിന് കൊള്ളാത്ത നമ്മൾ പറയുമല്ലോ നാടൻ ഭാഷയിൽ കായിന് കൊള്ളാത്ത സാധനം നമ്മൾ എന്തിനു മേടിക്കണം. അതും കൊണ്ട് മറ്റൊന്ന് ഒരുപാട് വിലയിൽ പോയിട്ട് വാങ്ങുക എന്നുള്ളത് നമുക്ക് അത്രയും വലിയ സാമ്പത്തിക സ്ഥാനത്ത് വന്ന് നിൽക്കുന്ന സമയമാണ്. പക്ഷെ നമുക്ക് അതിനു വേണ്ടിയിട്ട് ഒരുപാട് ചെലവഴിക്കുക എന്നുള്ളത് ബുദ്ധിപരമായ തീരുമാനമല്ല. അതെ, നമുക്ക് മറ്റെങ്ങു നിന്ന് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കും. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇന്നലെ സൗദി ക്രൂഡ് ഓയിലിന്റെ വില കുറയ്ക്കുന്ന കാര്യം നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പൊ സൗദി കുറയ്ക്കുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അങ്ങോട്ട് പോവാം. തീർച്ചയായിട്ടും ഗുണമേന്മ നോക്കും. ഗുണമേന്മ ഇല്ലാത്തൊരു കാര്യം നമ്മുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏറ്റവും ഒടുവിൽ മെയ് മാസത്തിൽ വന്ന കണക്കുകൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ പോലും റഷ്യയിൽ നിന്നാണ് നമ്മൾ ഏറ്റവും അധികം എണ്ണ ഇറക്കുമതി ചെയ്തിട്ടുള്ളത്. ഏപ്രിൽ മാസത്തിനെ അപേക്ഷിച്ചിട്ട് 1.6% വർധനയാണ് രേഖപ്പെടുത്തിയത്. മെയ് മാസം ഇന്ത്യയുടെ ആകെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി അത് പ്രതിദിനം 5.11 ദശലക്ഷം ബാരലായിരുന്നു. വളരെ ഹൈപ്പിലാണ്. അപ്പം ഇതിൻ്റെ ഏകദേശം 39% നമ്മൾ കൊണ്ടുവന്നത് റഷ്യയിൽ നിന്നാണ്. തീർച്ചയായിട്ടും ഇത്രയും ബാരലിനെ 39% റഷ്യയിൽ നിന്നാണ്. അപ്പോൾ വരും മാസങ്ങളിലും ഇതേ അളവിൽ തന്നെ ആയിരിക്കും ഒരുപക്ഷെ ഇന്ത്യ ഇറക്കുമതി ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ ഡോളറിനെ തടയുക, ശുദ്ധീകരിച്ച എണ്ണയുടെ ഇറക്കുമതി തടയുക തുടങ്ങിയ ലക്ഷ്യങ്ങളും ഒക്കെ റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിലൂടെ ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. കാരണം കൈമാറ്റം വിനിയോഗം ചെയ്യപ്പെടുന്ന കറൻസി ഒരു ബാധകമാണ്. അപ്പോൾ ഇത്തരത്തിൽ റഷ്യൻ ക്രൂഡ് ഓയിലിനെ ആശ്രയിക്കുന്നത് അമേരിക്കയ്ക്ക് ഒട്ടും സുഖകരമല്ല, ദഹിക്കുന്ന കാര്യവുമല്ല. റഷ്യയെ ഉപേക്ഷിച്ചിട്ട് ഇന്ത്യ US നിന്ന് വാങ്ങണം. അതാണ് അമേരിക്കയുടെ തന്ത്രം. ആ തന്ത്രം ഈ പറഞ്ഞതുപോലെ എത്രത്തോളം വിലപ്പോകും എന്നുള്ളത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കണ്ടറിയേണ്ടി വരും. കാരണം അങ്ങനെ US-ന്റെ ഒരു കക്ഷത്തിൽ കൊണ്ടെന്ന് ഇന്ത്യ തലവെച്ച് കൊടുക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ചിന്തിക്കാൻ ഇന്ന് ബുദ്ധിമുട്ടാണ്. കാരണം അതിന്റെ കാര്യങ്ങളില്ല. നമുക്ക് ആ ഒരു രാജ്യം മാത്രമല്ല, റഷ്യ പോയാൽ മറ്റെന്തുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പായിട്ടും ചിന്തിക്കും. അത് ഒരിക്കൽ നമ്മുടെ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഒരു വേദിയിൽ ഇത്തരത്തിലുള്ള ഇറക്കുമതി പല ഇടങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ സ്മാർട്ടായിട്ടുള്ള ആൾക്കാരാകുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ കാണും. അപ്പോൾ പർച്ചേസ് ചെയ്യുന്നത് എവിടെ നിന്നാന്നുള്ളത് നമ്മൾ അതിൽ നിന്ന് തീരുമാനിക്കുമെന്നുള്ളത് കൃത്യമായ നയമായിരുന്നു. അപ്പോൾ അത്തരത്തിൽ US-ൽ നിന്ന് ഇറക്കുമതി കൂടുതൽ വരാൻ വേണ്ടിയിട്ടാണ് US ഇത്തരത്തിലൊരു കാര്യം നടത്തുന്നത്. പക്ഷെ ആ പരിപാടി നടക്കാനുള്ള സാധ്യതയില്ല. കാരണം സൗദി UAE ഒക്കെ ഇത്തരത്തിൽ എന്താ പറയുക, അവരെ ആശ്രയിക്കാനാണ് കൂടുതൽ കാര്യങ്ങൾ. കാരണം നമ്മൾ ഇന്നലെ സംസാരിച്ച കാര്യവും സൗദി എണ്ണവില കുറക്കുന്നു എന്നുള്ളതാണ്. സൗദിയും എണ്ണവില കുറയ്ക്കാനുള്ള നീക്കത്തിലാണ്. അപ്പൊ അത്തരത്തിലുള്ള നമ്മൾ അമേരിക്ക പോകില്ല, സൗദിയിലേക്ക് പോകും. പിന്നെ എല്ലാത്തിനും പുറമെ മറ്റൊരു കാര്യങ്ങളുണ്ട്. ഈ വരുന്ന ഗതാഗത മാർഗം കാര്യം റഷ്യയിൽ നിന്ന് ചിലപ്പോൾ വരുന്ന ഗതാഗത മാർഗം ഇന്ത്യക്ക് അഫോർഡബിൾ ആയതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ പറയുന്ന അമേരിക്കയുടെ സമ്മർദ്ദതന്ത്രം, ആ സമ്മർദ്ദതന്ത്രത്തിൽ ഇന്ത്യയും ചൈനയും അതിൽ നിന്ന് മാറുകയാണെങ്കിൽ ഇന്ത്യക്ക് മറ്റ് ആളുകളുണ്ട്, നമ്മളെ ചോയ്സ് ഉണ്ട്. അപ്പോൾ എവിടെ നിന്ന് വാങ്ങണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കുകയും നമ്മൾ അതനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും. റഷ്യ എന്ത് ചെയ്യുമെന്നുള്ള നിലപാട് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പം റഷ്യയുടെ നിലപാട് വരും ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമാകും. അങ്ങനെ റഷ്യയും പോയിട്ട് അമേരിക്കയുടെ ഇത്തരത്തിലുള്ള എന്താ പറയുക ഭീഷണികൾക്ക് മുമ്പിൽ തലവെച്ച് കൊടുക്കാനുള്ള സാധ്യതയും കുറവ് തന്നെയാണ്.